അച്ഛനോട് ചോദിച്ചാൽ ഇപ്പം അച്ഛൻ പറയും അതെങ്ങനെ അവളെ ഡ്രൈവ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു ഷോപ്പ്, ഡ്രസ്സിൻ്റെ ഷോപ്പാണ്, നല്ല സാരി, ഹായ് നല്ല അതെ, അത് വിട്ടിട്ട് അവൾ അത് നോക്കി ഇങ്ങനെ ഇരിക്കും, അതുകൊണ്ടാണ് ഞാൻ പഠിപ്പിക്കാത്തതെന്ന് പറയും. അല്ല, അച്ഛൻ പഠിപ്പിക്കാതിരുന്നല്ല, പിന്നെ അതിലോട്ടൊന്നും ഞാൻ അങ്ങനെ എല്ലാം തന്നെത്താനെ ചെയ്യണം എന്നുള്ളതിലൊന്നും ഞാൻ അത്ര ഫോക്കസ്ഡ് ആയിരുന്നില്ല. അന്നേരം നമ്മൾ വർക്ക് ചെയ്യുക, എന്തെങ്കിലും പഠിക്കുക, അല്ലെ ഡാൻസ് പ്രോഗ്രാം ചെയ്യുക, അതിലൊക്കെ ആയിരുന്നു കൂടുതൽ, അങ്ങനെ ഇൻവോൾവ് ആയിപ്പോയി. അപ്പോൾ ഇതിലങ്ങനെ നമ്മളൊരു ഇത് കൊടുത്തില്ല ശരിക്കും പറഞ്ഞാൽ. അങ്ങനെയാണ്. ഇപ്പം പഠിക്കണം എന്നുണ്ട്, വേണമെങ്കിൽ പഠിക്കാം, എനിക്കങ്ങനെ പേടിയൊന്നുമില്ല, ഒന്നിലും അങ്ങനെ പേടിയൊന്നുമില്ല, എനിക്ക് വേണേൽ പഠിക്കാം. എനിക്ക് പേടിയില്ല, എൻ്റെ കൂടെ അതാണ് മറ്റുള്ളവർക്ക് എന്നെ കൊണ്ട് ഭയങ്കര പേടിയാണ്. ഇപ്പം ലൈഫിലേക്ക് ഇനിയിപ്പം പുതിയ ഓപ്പർച്യൂണിറ്റീസ് വന്നതിന് ശേഷം വരികയാണെങ്കിൽ ഇപ്പോൾ സിനിമയായിരിക്കുമോ, സീരിയലായിരിക്കുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും റിയാലിറ്റി ഷോസ് ആയിരിക്കുമോ, ഇതിലൂടെ ഒരു കംബാക്ക് ചെയ്യണമെന്നുള്ളത് ആഗ്രഹം? അങ്ങനെ ചോദിച്ചാൽ ഫിലിം എപ്പോഴും എല്ലാവരെയും പോലെ തന്നെ എപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ഒരു വലിയ ആഗ്രഹമാണ്. ഒരു സിൽവർ സ്ക്രീനിൽ ഒരു വെള്ളിയാഴ്ച ഇങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അപ്പം